സർക്കാരിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തമേറിയ ഒരു പോർട്ട്ഫോളിയോയാണ് കൃഷിവകുപ്പ്. ഒപ്പം ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞത്. മറ്റൊരു കാലവർഷക്കാലം കൂടി കേരളത്തിൻ്റെ ആകാശം നിറയുമ്പോൾ കൃഷിമന്ത്രിയുടെ ചുമതലകൾ കൂടുന്നു. ഇത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ്റെ തിരുവനന്തപുരത്തെ ഭവനം. DF ഭരണത്തിൽ വന്നപ്പോൾ ഏറ്റവും തലവേദന പിടിച്ചൊരു പ്രശ്നമായിരുന്നു കൃഷിവകുപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ. അതൊരു തലവേദന മൂർച്ഛിച്ച് ഇപ്പോൾ അത് മൈഗ്രെയിൻ ആയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ അഭിപ്രായം പറയേണ്ടത് കേരളത്തിലെ സാധാരണ കർഷകരാണ്. ഈ കർഷകരെന്ന് പറയുന്നത് ലോകത്തിലെവിടെയും പുതിയ വികസന നയത്തിൻ്റെ ഭാഗമായ ഒരു പത്മവ്യൂഹത്തിനകത്താണ്. കാർഷിക പ്രധാനമായ സംവിധാനം ലോകത്തിലെവിടെയും നിലനിന്ന കാലത്ത് പോളിസിയിൽ മുഖ്യ പങ്ക് കർഷകരുടെ അവരുടെ പ്രശ്നങ്ങളുമായിരുന്നു. ഇപ്പോൾ അത് പല രാജ്യങ്ങളിലും മാറി, ഇന്ത്യയിലും മാറി. ആ മാറിയത് കൊണ്ട് ഒരു കരാറുണ്ടാകുമ്പം കർഷകരെ അത് എങ്ങനെ ബാധിക്കും എന്നതിനേക്കാൾ കൂടുതൽ കച്ചവടക്കാരെ അതെങ്ങനെ ബാധിക്കും എന്നാണ് പോളിസി മേക്കേഴ്സ് ചിന്തിക്കുന്നത്. നേരത്തെ അങ്ങനെ നെഹ്റുവിൻ്റെ കാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് കർഷകൻ്റെ കാര്യങ്ങളായിരുന്നു പോളിസി മേക്കേഴ്സ് ചിന്തിച്ചിരുന്നത്. അത് വാണിജ്യ മേഖലയെ തൃപ്തിപ്പെടുത്തും, എന്നാൽ അത് കാർഷിക മേഖലയെ നിരാശപ്പെടുത്തും. അപ്പോൾ അത് കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളിലെ കർഷകരെ അത് ക്രൂരമായി ബാധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ത്യയിലൊട്ടാകെ എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, കേരളം ഈ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ ആത്മഹത്യ ഉണ്ടായിരുന്നു. ആ ആത്മഹത്യ ഏതാണ്ട് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ആദ്യം ഗവൺമെൻറ് തീരുമാനിച്ചത് ഈ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുക എന്നുള്ളതാണ്. രണ്ടാമത് തീരുമാനിച്ചത് ഈ കർഷക കടങ്ങൾക്കൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്നുള്ളതായി. കൂടെയാണ് കേരളത്തിൽ എങ്ങനെയാണ് ഈ കർഷകർ പോയി കടത്തിലാണ്ട് പോകുന്നത്, തിരിച്ചു കയറാൻ പറ്റാതാവുന്നത്, എന്തൊക്കെയാണ് അവനെ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇത് പരിശോധിക്കാനും കഴിയാവുന്നത്ര സഹായം നൽകാനും ഒരു കാർഷിക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് പോയപ്പോൾ തന്നെ കർഷകരിൽ ഒരു ചെറിയ കോൺഫിഡൻസ് വന്നു. അപ്പോൾ പിന്നെ അവരെ രക്ഷിക്കാനുള്ള പദ്ധതികളായിരുന്നു. മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് വഴി അവർക്ക് കുറഞ്ഞ നിരക്കിൽ കടം പലിശയ്ക്ക് കൊടുക്കാം. പിന്നെ സെൻട്രൽ നമ്മുടെ 3 ജില്ലകളെ പാക്കേജിൽ ഉൾപ്പെടുത്തി കിട്ടി. വയനാട്, പാലക്കാട്, കാസർഗോഡ്, ആലപ്പുഴ, ഇടുക്കിക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവർ തന്നെ കേരളത്തിൻ്റെ ആവശ്യപ്രകാരം സ്വാമിനാഥൻ ഫൗണ്ടേഷനെ ചുമതലപ്പെടുത്തി അവരത് സമർപ്പിച്ചത് വഴി അതിൽ കുറച്ച് പ്രൊസീഡിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ തത്വത്തിൽ അത് അംഗീകരിച്ചു. പിന്നെ നെല്ലിന് പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചു. നെല്ലിന് ഇന്ത്യയിൽ ഏറ്റവും വലിയ വില പ്രഖ്യാപിച്ചു. പിന്നെ അവരുടെ ആവശ്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നതിന് അവർക്കൊരു ഗ്രീൻ കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ ഈ ആത്മഹത്യയിൽ നിന്ന് കാർഷിക ജീവിതത്തിലേക്ക് കേരളത്തിലെ കൃഷിക്കാർ പതുക്കെ നടക്കാൻ തുടങ്ങിയതിൻ്റെ ലക്ഷണം ഈ വർഷത്തെ ഉൽപ്പാദനത്തിൽ, ഈ വർഷം ഇപ്പം നെല്ലുൽപാദനം കൂടി, അതിൻ്റെ വിസ്തൃതിയിൽ ചെറിയ മാറ്റം ഉണ്ടായി. അപ്പം ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ് എന്ന് വെച്ച് ലോകത്തിലെ ഈ വികസിത രാജ്യങ്ങളുടെ നയവും അതിനനുസരിച്ച് ഇന്ത്യ ഗവൺമെൻറ് കൈക്കൊള്ളുന്ന നയങ്ങളും ഇന്ത്യയിലെ പൊതുവായ കർഷകൻ്റെ വിഷമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കേരള ഗവൺമെൻറ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുകയും തീർച്ചയായിട്ടും ആ സമീപനങ്ങളെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിനും പല തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരകമായിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ് തന്നെ അതിൻ്റെ ഒരു സമീപനത്തിൽ ഒരു കർഷക പക്ഷത്തേക്കുള്ള മൊത്തം കർഷക പക്ഷത്തേക്കൊന്നും ചാഞ്ഞിട്ടില്ല. പക്ഷേ കർഷക പക്ഷത്തേക്ക് കൂടി ചായാതെ ഒരു പോളിസി കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളൊരു ബോധമുണ്ടായിരുന്നു. ഇപ്പോൾ സാറെ കട വായ്പ ആശ്വാസ കമ്മീഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പത്രസമ്മേളനത്തിന് സാറിന് ഒന്നും മിണ്ടാതെ സാറിന് ഇറങ്ങിപ്പോണ്ടി വന്നു. സാർ വോക്കൗട്ട് നടത്തിയെന്നൊക്കെ മാധ്യമങ്ങൾ കണ്ടു. പക്ഷേ അതിൻ്റെ അങ്ങനെ ഒരു വളരെ ശാന്ത സ്വഭാവമുള്ള ഒരാളാണ്. അത് നടത്തി പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിച്ചിരുന്നു. അതല്ല അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കടാശ്വാസ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു പുതിയ സംവിധാനമാണ്. കാരണം ഇന്ത്യയിൽ ഇതിന് സമാനതകളില്ല. കർഷക കടത്തിൻ്റെയോ മറ്റേത് കടത്തിൻ്റെയോ മുഖ്യ പങ്ക് ഒരു സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രണത്തിലില്ല. അതായത് നമ്മുടെ ഷെഡ്യൂൾ ബാങ്ക് ആണെങ്കിലും നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിലും ഇതെല്ലാം റിസർവ് ബാങ്കിൻ്റെ കേന്ദ്ര പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ പണമിടപാട് സംവിധാനത്തിന് കീഴിൽ വരുന്ന, അതിനെ ഒന്നിനെയും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് തൊടാനൊക്കെ. സംസ്ഥാന ഗവൺമെൻറ്റിന് കുറച്ച് അരികത്ത് നിന്ന് തൊടാൻ പറ്റുന്നത് നമ്മുടെ സഹകരണ മേഖലയെ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ നിയമം വന്നപ്പോൾ സഹകരണ മേഖലയെയും പിന്നെ പ്രൈവറ്റ് മണി ലെൻഡേഴ്സിനെ മാത്രമാണ്. അത് സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രണത്തിൽ വരുന്ന നിയമത്തിന് കീഴിൽ നിൽക്കുന്നതാണ്.
പണമിടപാട് സംവിധാനത്തെയും മാത്രമാണ് തൊടാൻ കഴിഞ്ഞത്. അപ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കും, എത്രത്തോളമാണ് അതിൻ്റെ പ്രവർത്തന സാധ്യത, ഇതിനെക്കുറിച്ചൊക്കെ ആദ്യകാലത്ത് ചില വിഷമങ്ങളുണ്ടായിരുന്നു. ആ വിഷമങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഭരണഘടനയുടെ സാധ്യതകൾ മനസ്സിലാക്കി അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ചില ആശയകരമായ അവ്യക്തതകൾ നിലനിന്നിരുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതൊക്കെ മാറുകയും ചെയ്തു. ഒരുപാട് പുതിയ ഇനീഷ്യേറ്റീവ്സ് സാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൃഷി അഭിമാൻ സ്കീം, പിന്നെ ഈ മാർക്കറ്റ്, പിന്നെ ഈ മിഡിൽ മെന്നെ ഇല്ലാണ്ടാക്കുന്നത്, അങ്ങനെയുള്ള പുതിയ ഇനീഷ്യേറ്റീവ്സിനോട് ഈ കർഷകർക്കുള്ളൊരു ആക്സെപ്റ്റൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഈ നമ്മുടെ നാട്ടിൽ ചില പഴയ സംവിധാനങ്ങൾ ഇല്ലാതാവുകയും ചില പുതിയ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പണ്ട് ഒരു ഗ്രാമത്തിലെ മാർക്കറ്റ് മിക്കവാറും ഗ്രാമത്തിനുള്ളിലായിരുന്നു. അപ്പോൾ അത് ഒരു വിഷമമല്ല. എനിക്കിവിടെ എൻ്റെ പ്ലാവിൽ 2 ചക്ക കൂടുതലുണ്ടെങ്കിൽ ആ ചക്ക അയൽവക്കക്കാരൻ തീർച്ചയായിട്ടും മേടിക്കും. അവന് 4 തേങ്ങ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് മേടിക്കും. ഇനി എനിക്ക് ഒത്തിരി കുരുമുളക് ഉണ്ടെങ്കിൽ ഞാൻ റോഡിലോട്ട് ഇറങ്ങിയാൽ ഈ മുക്കാലയും വെച്ച് ഇതൊക്കെ എടുക്കാൻ ആളിങ്ങനെ ക്യൂ ആയിട്ട് റോഡേ ഇരിക്കുകയാണ്. അപ്പം മാർക്കറ്റ് എന്ന് പറയുന്നത്, വലിയ മാർക്കറ്റുകൾ അന്നും നിയന്ത്രിച്ചിരുന്നത് കേരളത്തിലെയും പുറത്തെയും വലിയ മുതലാളിമാരൊക്കെ ആയിരുന്നെങ്കിലും, പക്ഷെ നമ്മുടെ ഗ്രാമങ്ങളിൽ സ്വയനിയന്ത്രിതമായ അധിക ചൂഷണമില്ലാത്ത ഒരു പരസ്പര സൗഹൃദമുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം ഇല്ലാതായി. ആ മാർക്കറ്റിംഗ് സംവിധാനം തകർന്നപ്പോൾ നമ്മൾ ഈ ആധുനിക സംവിധാനത്തെ പഠിക്കേണ്ടതുണ്ട്. ഈ ആധുനിക സംവിധാനത്തെ പഠിക്കുന്നതിന് കേരളം അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിലും ഈ കൃഷി വകുപ്പ് ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ ഒരു പഠന വിഷയമായിരുന്നില്ല. കാർഷിക യൂണിവേഴ്സിറ്റിക്ക് പോലും അല്ല, ഇപ്പോഴും അല്ല. പക്ഷേ ഇപ്പം ലോകത്ത് പ്രത്യേകിച്ച് ഒരു കമ്പോള സംസ്കാരത്തിൽ ഈ കമ്പോളത്തെ മാറ്റി നിർത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോകത്തെ കമ്പോളത്തിൻ്റെ നമ്മുടെ സാധ്യത എങ്ങനെയാണ്? ലോകത്തിലൊരു മാർക്കറ്റിലേക്ക് നമ്മളൊരു വാതിൽ തുറക്കണമെങ്കിൽ അവിടെ പാക്കിംഗ് പ്രശ്നമാണ്, അതിൻ്റെ പേര് പ്രശ്നമാണ്, അതിൻ്റെ ലേബലിംഗ് പ്രശ്നമാണ്, അത് കൊടുക്കുന്ന സംവിധാനം പ്രശ്നമാണ്, ഇതെല്ലാം പ്രശ്നമാണ്. അപ്പം ഈ ലോക മാർക്കറ്റിനെ കുറിച്ച് കേരളം കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. കർഷകരുടെ കൂട്ടായ്മയിലുള്ള പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടാക്കാനും അതിൻ്റെ തൊട്ടുമോഡിൽ ഇതിൽ നിന്ന് സംഭരിക്കുന്നത് ശേഖരിക്കാനുള്ള കളക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടാക്കാനും ഈ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് ഗ്രേഡിങ് മാർക്കറ്റിംഗ് അത് വിദേശത്തയക്കാം ഇവിടുത്തെ ആഭ്യന്തര മാർക്കറ്റിൽ കൊടുക്കാൻ അതിനൊരു സംവിധാനം ഗവൺമെൻറ് ആലോചിച്ച് വരികയാണ്. അതിൽ എറണാകുളം സിയാലുമായി ചേർന്ന് കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗ് നടത്തി. അത് കൃഷി വകുപ്പ്, ഹോർട്ടിക്കൾച്ചർ മിഷൻ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കൊച്ചിയിലൊക്കെ ഏറ്റുമതിക്കാർ, സിയാൽ ഇവരൊക്കെ ചേർന്ന് നമുക്ക് ഈ ഗൾഫിലേക്കുള്ള മാർക്കറ്റിലേക്ക് പിന്നെ ആഭ്യന്തര മാർക്കറ്റിലേക്കും അവിടെ എയർപോർട്ടിൽ തന്നെ ഒരു സംഭരണ സംവിധാനം ഒരു 10 കോടി മുടക്കി ചെയ്തിട്ടുണ്ട്. കൃഷി വകുപ്പും സിയാലും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത് പ്രാഥമികമായി 3 ജില്ല കേന്ദ്രീകരിച്ച് കർഷകരെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യം, ലോകത്തിപ്പോൾ ആഹാരം 2 തരം ആഹാരമുണ്ട്. കൊള്ളാവുന്ന ആഹാരവും കൊള്ളരുതാത്ത ആഹാരം അല്ല, അത് ലോകത്ത് അതാണ്. ഈ ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പാദന പ്രക്രിയ നടപ്പാക്കുന്നിടത്ത് അത് കഴിക്കുന്നതിലേക്ക് ലോകത്തിൻ്റെ ഒരു ശ്രദ്ധ മാറുകയാണ്. ആ മോഡൽ വിജയിച്ചാൽ നമുക്ക് എല്ലായിടത്തും അത് തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ പാർലമെൻ്ററി ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഒരു ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നൊരു ആൾക്കാർക്കൊരു ആക്സെപ്റ്റൻസ് പോരാ എന്ന് തോന്നിയിട്ടുണ്ടോ സാർ? ഇത് തിരിച്ചെടുക്കാൻ, ഈ പഴയ ഒരു വീര്യം തിരിച്ചെടുക്കാനായിട്ട് എന്താണ് സാർ തോന്നുന്നത്? ഒന്ന്, കേരളത്തിലെ മനുഷ്യൻ പാർലമെൻറ്റ് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും ഒക്കെ വോട്ട് ചെയ്യുന്നത് ഓരോരോ തരത്തിലാണ്. അത് ഓരോ കാലഘട്ടത്തിലുള്ള ഉദ്ദേശിച്ചാണ്. ഓരോ കാലഘട്ടത്തിലല്ല, ഓരോ ആ സമയത്ത് രാജ്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്ന പോലെ ആയിരിക്കില്ല സംസ്ഥാനത്തെക്കുറിച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. മനുഷ്യന് ഓരോ ഇലക്ഷനിലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നത് മനുഷ്യൻ പ്രകടിപ്പിക്കും.